നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 9/4/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ ഫോർ കേരള ബാങ്കിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അതിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 063/2024. വിളിച്ചിരിക്കുന്ന കൺസേൺ എന്ന് പറയുന്നത് കേരള ബാങ്ക്, അതിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 20,280 രൂപ മുതൽ 54,720 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 115 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നല്ലൊരു ശതമാനം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കാതെ വിട്ടുപോകരുത്. 115 വേക്കൻസികളാണ് ഈ തസ്തികയ്ക്കായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/2006 1/1/1984 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്നവർ, SC അല്ലെങ്കിൽ ST ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ഇവിടെ ടോട്ടൽ 3 ക്വാളിഫിക്കേഷനുകളാണ്, 3 ഓപ്ഷൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. നിങ്ങൾ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അതിൽ കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റായി പഠിച്ചിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകൾ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് രണ്ടാമത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത്, അതിൽ 2 ക്വാളിഫിക്കേഷനുകളാണ് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷനിൽ 2 ക്വാളിഫിക്കേഷനുകളുണ്ട്. ആ 2 ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അതിൽ ആദ്യമായി വരുന്നത് ഏതെങ്കിലും ഒരു ബാച്ചുലേഴ്സ് ഡിഗ്രി ഇൻ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായി അതോടൊപ്പം നിങ്ങൾക്ക് രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റോ, അതായത് HDC അല്ലെങ്കിൽ HDC ആൻഡ് BM ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് കേരളയുടേതോ, അതുമല്ലെങ്കിൽ HDC ആൻഡ് HDCM ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റേതോ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുമില്ലാത്ത പക്ഷം നിങ്ങൾക്ക് സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ
കൊടുത്തിരിക്കുന്ന രണ്ടാമത് ഓപ്ഷനിൽ 2 ക്വാളിഫിക്കേഷനുകളാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാച്ചുലർ ഡിഗ്രി ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് HDC അല്ലെങ്കിൽ HDC BM, അതുമല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ സബോർഡിനേറ്റോ, ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകൾ ഏതെങ്കിലും ഒരെണ്ണവും കൂടി നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. ഈ 2 ക്വാളിഫിക്കേഷനും ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകൾ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മൂന്നാമത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഡിഗ്രി ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതാണ് 3 ഓപ്ഷനുകളായി ഈ നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/5/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.